ഷാഹിദ പറഞ്ഞ ശോഭ ചേച്ചി. ആ ആ ഓ പ്രിയ കുഞ്ഞ് ഓടാൻ പോയതാണല്ലേ. ഞാനും ഓടാറുണ്ട് ബസിന്റെ പുറകെ. ഓ ഇത്രയൊക്കെ ചവറുണ്ടോ? ആ ചക്കക്കുരു ചക്കച്ചൊള പ്ലാവഴ ഒന്നും പറയണ്ട. ഇതെവിടെയാ കളയാൻ പോകുന്നേ? അയ്യോ എന്റെ കുഞ്ഞാ നമ്മുടെ സിറ്റിക്കാര് ചെയ്യുന്നത് പോലെ തന്നെ അപ്പുറത്തോന്റെ പറമ്പില്. അയ്യോ ഇവിടത്തെ അടുക്കള ജോലിയും കഴിഞ്ഞ് 9 മണിക്ക് മുമ്പ് ഷാഹിദ കുഞ്ഞിന്റെ വില്ലയിൽ എത്തണം. ഉച്ചക്ക് മുമ്പ് തോമസ് സാറിന്റെ വീട്ടിലും. കുഞ്ഞു വാ അടുക്കളയിലെ സാധനമൊക്കെ ഒന്ന് കാണിച്ചു. ഓക്കെ പ്രിയ, ഞാൻ പോയി റെഡി ആവട്ടെ. രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട്. ശരി. നമ്മളാ പുതിയ താമസക്കാര് അല്ലയോ? 2 മാസമായിട്ട് ഞാനങ്ങ് കാനഡയിലായിരുന്നു ഇളയ മകളുടെ കൂടെ. അപ്പുറത്തെ കറിയാച്ച സാറാ അങ്ങേ അറ്റത്തെ വീട്. പുതിയായിട്ട് എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും. അങ്ങേയറ്റത് വില്ലയിലെയാ കറിയാച്ചൻ സാർ. ജെറി. ആ എനിക്കൊരു നോട്ടം ഉണ്ടായിരുന്ന വില്ലകളാ പിള്ളേർക്ക് വേണ്ടി. 40 വരെ പറഞ്ഞ് നിർത്തിയിരിക്കുകയായിരുന്നു. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് റേറ്റ് അങ്ങ് കൂട്ടിപ്പിടിച്ചല്ലയോ? അതെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ അത് അതിന്റെ ഒരു താടിക്കാരൻ ഫാമിലിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. വെറുതെ അല്ല. എന്റെ കസിൻ വഴി. അതെങ്ങനെ മനസ്സിലാക്കി? പിന്നെ വില്ല കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പറയണം. വില്ല കൊടുക്കാനോ? അല്ല, ഞാനൊന്ന് പറഞ്ഞിട്ടതാ. അങ്ങനെ ഒരു ആലോചന മനസ്സിലെങ്ങാനും വന്നാൽ. എന്നാ ശരി, ഇടയ്ക്ക് വീട്ടിലേക്കൊന്ന് വാ എല്ലാരും കൂടെ. ഇന്നലെ ആലീസ് വിളിച്ചപ്പോ ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു. ഏതാലീസ്? സാറിന്റെ ഭാര്യ. മൂത്ത മോളുടെ കൂടെ അങ്ങ് US വൈകാതിക്ക് എത്തും. എന്നാ പിന്നെ ശരി. ശരി. അവരിങ്ങേരെ പോലെയൊന്നും അല്ല, നല്ല തങ്കപ്പെട്ട സ്വഭാവോ. സമയം ഒരുപാടായി, നീ പോയി റെഡി ആയിട്ട് വാ. ഓക്കെ ബൈ. നിന്റെ ബന്ധുവാണ്ട മഹാനാ. അയ്യോടാ, വന്ന് താമസം തുടങ്ങിയില്ല, അതിനു മുമ്പ് വില്ല കൊടുക്കുന്നുണ്ടോന്ന്. ഈ നെഗറ്റീവ് എനർജിക്കാരോട് സംസാരിച്ചാലേ ആ ദിവസം തന്നെ പോക്കാം. ഓരോ ആളുകൾ ഓരോ ടൈപ്പ് അല്ലടും. വിട്ടുകളെ ആ 10:30 ഫിക്സ് ചെയ്തിരിക്കുന്നത്. വിൽ ബി ദേർ ഇൻ ഹാഫ് ആൻ അവർ. ഓക്കെ. നമസ്കാരം. രണ്ടുപേരും നേരത്തെ ആണല്ലോ. ഈവനിങ് കാണാം. ഇതൊന്ന് നോക്കിയേ, ഈ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് പറ. കൊറേ ഓർഡർ കിട്ടിയിട്ടുള്ളതാ. നൈസ്. അതിനവിടെ നോക്കിയാ കാണുന്നുണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വരാം. എന്റെ പൊന്നെ, അതൊക്കെ വൈകുന്നേരം കാണാം. MD വിളിച്ചോണ്ടേ ഇരിക്കുക. ബൈ. ബൈ. എത്ര മണിക്കാ പ്രസ് കോൺഫറൻസ്? ഹേയ് ബേക്കർ, എന്താ അത്? അന്നെ കാണിക്കാൻ കൊണ്ടുപോയതാ, ഡിസൈൻ ഫിക്സ് ചെയ്യാൻ. പക്ഷെ അവള് ബിസിയാ. ഹേയ് ഇറ്റ്സ് നൈസ്. റിയലി? ഞാൻ സത്യം പറയുള്ളൂ. എന്റെ ചാനൽ നമുക്ക് കൈയോടൊരു സെൽഫി എടുത്ത് FB പോസ്റ്റ് ചെയ്യാം. ഓക്കെ. വല്ല മായം ചേർക്കുന്ന ബേക്കറിക്കാരുണ്ടെങ്കിൽ പറയണേ. എക്സ്ക്ലൂസീവിനാ, പ്രിയ പേടിക്കണ്ട. സെൽഫി ആണെങ്കിൽ ഞാനും കൂടെ ഉണ്ട്. വാ വാ. ആഹാരമില്ലാതെ ജീവിക്കാം, പക്ഷെ സെൽഫി ഇല്ലാതെ പറ്റത്തില്ല. ചേട്ടാ, ഒരു സഹായം വേണമായിരുന്നു. എന്താ മാഡം? ആ പ്ലാവിന്റെ കൊമ്പൊന്ന് മുറിക്കണം. അയ്യോ മാഡം, യൂത്ത് സെക്രട്ടറി കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രൈവറ്റ് ആയിട്ട് ഒരു ജോലിക്കും പോരുന്നു. പ്രൈവറ്റ് ആയിട്ട് വേണ്ട, പബ്ലിക്കായി ചെയ്തു. എന്നാ പിന്നെ സെക്രട്ടറി പോയിട്ട് നോക്കാം മാഡം. ഇയാള് നോക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ. ചേച്ചി, അതെ, ആ പ്ലാവിന്റെ കൊമ്പൊന്ന് വെട്ടാനായിട്ടാ. വല്ല വെട്ടുകത്തിയോ കോടാലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു മിനിറ്റ്. ആ എന്താ കുഞ്ഞേ? ഈ കൊമ്പൊന്ന് വെട്ടണം. ഇത് പോയാൽ തന്നെ പകുതി ആശ്വാസം കിട്ടും. കുഞ്ഞിങ്ങോട്ട് മാറിയേ, ഇറങ്ങ. ഇപ്പൊ ശരിയാക്കി തരാം. കുഞ്ഞിങ്ങോട്ട് മാറിയേ. ഞാനിതൊക്കെ ചെയ്യുന്നോണ്ട് കുഞ്ഞ് 10 or 200 തരുവായിരിക്കും. പക്ഷെ അതൊന്നും കണ്ടോണ്ടല്ല, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ചേച്ചി, ചേച്ചി സൂക്ഷിച്ചു കയറണേ. ഓ പിന്നെ ഞാനിതൊക്കെ എത്ര കണ്ടതാ.
കുഞ്ഞെ ആ വെട്ടത്തി ഇങ്ങോട്ട് തന്നെ. ചേച്ചി പതുക്കെ പതുക്കെ. ഓ പിന്നെ അതെ, ഇപ്പൊ തോന്നുന്നു പഴയ ആ വാടക വീട് തന്നെയായിരുന്നു നല്ലതെന്ന്. നൊസ്റ്റാൾജിയാണോ? നമ്മളിപ്പോ അത്യാവശ്യം നല്ല സെറ്റപ്പിലൊക്കെ കഴിഞ്ഞപ്പോ പഴയ കഷ്ടപ്പാടാണോ നല്ലതെന്ന് പറയുന്നത്? ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ. പ്രിയ, ഇതൊക്കെ ലൈഫിൽ സാധാരണയാണ്. നിങ്ങൾ എല്ലാ കാര്യത്തിനും ഡിപ്രസ് ആയി കഴിഞ്ഞാൽ നിനക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ശരി. നാളെ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക. എന്തായാലും ശോഭ ചേച്ചി വരില്ല. എനിക്ക് വെഡിങ് കേക്കിന്റെ ഓർഡർ ഉള്ളതാ. ഓക്കെ, എൻ്റെ നാളെ രാവിലത്തെ ജോഗിങ് ക്യാൻസൽ. ഞാൻ രാവിലെ എഴുന്നേക്കും, അടുക്കളയിൽ കയറും, ചായ ഇടും, എനിക്കറിയാവുന്ന എല്ലാ പണിയും ചെയ്യും. ബാക്കി നീ ചെയ്താൽ മതി. ഹാപ്പി? നല്ല ആൾക്കാരാട്ടോ നിങ്ങള്. എന്താ നമ്മള് വിളിക്കാൻ? എന്താ കാര്യം? മരത്തേന്ന് വീണ കാര്യം. ആ വീണല്ലേ? എന്താ പറ്റിയേ? ഓ ഇത്രേ ഉണ്ടായിരുന്നല്ലോ. സെക്യൂരിറ്റി പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചെന്തോ കാര്യമായിട്ടുണ്ടെന്ന്. സാരമില്ല. എടാ ഏതായാലും പ്ലാവ് മുറിച്ചേക്കാം. നമ്മുടെ സെക്രട്ടറി 2 ദിവസത്തിനുള്ള ആളെ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏയ് അതിന്റെ കാര്യമൊന്നുമില്ല. ഈ ഭാഗത്തേക്കുള്ള കൊമ്പും ചൊലയും മാത്രം വെട്ടിയാ മതി. ഏയ് അതാകെ അങ്ങ് വെട്ടാം. ചപ്പും ചവറും ചകിടി ഞങ്ങൾക്കും അതൊരു ശല്യ. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. നാളെ വൈകുന്നേരം നമ്മുടെ സമയമാണ്. നാളെ നമ്മളൊന്ന് കറങ്ങാൻ പോകുന്നു, പിന്നെ ഡിന്നർ. എവിടെ? താജിൽ. താജിലോ? നാളെ നമ്മൾ അടിച്ചു പൊളിക്കുന്നു. ഇവിടെ ബർത്ത്ഡേ ആണോ? അതിന് നിങ്ങളുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. പ്രണയ നിമിഷങ്ങളിൽ ഇറ്റ്സ് മീ ബിജു. പ്രണയം അനിർവചനീയമായ അനുഭൂതിയാണ്. അത് അനുഭവിക്കാത്തവരായി ആരാണുള്ളത്? ഊന്നിലാവൊഴുകുന്ന ഈ അനുരാഗയാമങ്ങളിൽ നമുക്ക് അതിന്റെ കരം പിടിച്ചു നിൽക്കാം. നമുക്ക് ഇത് കണ്ടോ? നല്ല ചക്കയാണല്ലോ. വേസ്റ്റ് ആയി പോയല്ലേ? ഇനി ഇത് ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കാം. ഇത് ഞാൻ വൃത്തിയാക്കും. ഞാൻ വൃത്തിയാക്കും. കെട്ടികളുടെ കൂടുതൽ അടുക്കള പണിയെ കഴിഞ്ഞാ? ഈവനിങ് പാർട്ടിയുടെ കാര്യം മറക്കണ്ട കേട്ടോ. അന്ന ഇത് കണ്ടോ? നീ തന്നെ വന്ന് വൃത്തിയാക്ക്. ഇങ്ങനെ വൃത്തി നോക്കിയേ മാധവ് കുറെ പെടും. പാവം പ്ലാവിന് അറിയില്ലല്ലോ പ്രിയയുടെ ഈ വൃത്തിയും മെനയും എന്തോ ഇനി പറയൂല. വെറുതെ തമാശ പറയല്ലേ. എന്താ ഇവിടെ ഒരു വഴക്ക്? എന്താ വഴക്ക്? ഞങ്ങൾ ഇവിടെ ഒരു ചക്ക വീണ കാര്യം പറഞ്ഞതാ. എന്നതാ അച്ചായ? ഓ, ഈ ചക്കയെ ചൊല്ലി ഒരു ഈശാഘോഷം. നീ പോയിക്കോ. ഈശാ പോശയോ? അതെ, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അസോസിയേഷനിൽ പറയണ സെക്രട്ടറിയോട്. ഇവിടെ എന്താ പ്രശ്നം? ഞങ്ങൾ ഇവിടെ ഒരു ആറ്റം ബോംബ് ഇട്ടാലോ എന്ന് ആലോചിക്കുക. ചേട്ടൻ കൂടുന്നുണ്ടോ? ഈ ബോംബിന്റെ അത്രയൊന്നും വരത്തില്ലല്ലോ അല്ലേ? ആഹാ, ഇതിപ്പോ പറഞ്ഞു വിലക്കാൻ വന്നവനായോ കുറ്റം? നിങ്ങൾ പോ. ആ വീട്ടിൽ കുറെ നാളെ വഴക്കൊന്നും ഇല്ലാണ്ടിരിക്കുന്നു. അങ്ങോട്ട് വരില്ലേ? ഓ, ഞാൻ നോക്കിക്കോളാം. ഇതൊരു മനുഷ്യനാണ്. വേറെ പണിയുണ്ട്. ഹലോ, ഐഡി ഫിക്സ് വിലാസെന്നാ. രാജീവ് പറഞ്ഞിരുന്നില്ല പ്ലാവ് മുറിക്കുന്നതിനെ പറ്റി? പെട്ടെന്ന് വേണമായിരുന്നു. ഓക്കെ. ഇവിടെ മരുന്ന പ്ലാവ് മുറിക്കാൻ ആൾ വരും. അതിനുമുമ്പ് ഞാൻ ഈ കൊമ്പം ക്ലിയർ ചെയ്തേക്കാം. ഏയ് അത് ഒരുമിച്ച് അങ്ങോട്ട് മുറിച്ചാൽ മതി. നീ വേഗം പോട്ട് റെഡിയാ, രാവിലെ മീറ്റിങ്ങുകളല്ലേ. ഓഹോ, അതിനുമ്പ് ഒന്ന് വൃത്തിയാക്കിയേക്കാം. അല്ല ജെറി, ഞാൻ ഞാൻ വൃത്തിയാക്കോളാം. ഇത് പ്രശ്നമില്ല. ഇല്ല കുഴപ്പമില്ല, ഞാൻ വൃത്തിയാക്കോളന്നേ. ഞാൻ പിന്നെ മനസ്സിലുള്ളത് പറയും, അറിയാലോ, കാര്യാക്കണ്ട. ഒരാൾ തോറ്റു കൊടുക്കുന്നതാണ് നല്ലത്. ഇയാളെ കൊണ്ട് കഷ്ടമുള്ളൂ. നമസ്കാരം. ഒന്ന് നിന്നേ. നിങ്ങൾ ഭാര്യമാര് തമ്മിലേ ഉള്ളൂ പ്രശ്നം. നിങ്ങൾ തമ്മിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇങ്ങോട്ട് വന്ന് വാ. ഈ പ്രായത്തിൽ പല്ലൊക്കെ പോയി വരാൻ വലിയ പാടായിരിക്കും. അപ്പൊ ഈ നാവ് കാരണം പല്ലിനാണല്ലോ സാറേ കിടക്ക പൊറുതിയേട്. അയ്യോ, വയസ്സായ കാലത്ത് ചാവാ നടക്കാം.
ആ അച്ചായനൊക്കെ എന്തൊരു സാമൂഹ്യ ദ്രോഹിയാടാ. നമ്മൾ വെറുതെ സംസാരിച്ചോണ്ടിരുന്ന അയാളൊന്ന് പെട്ടെന്ന് വഴക്കാക്കി മാറ്റി. പ്രിയയുടെ വളവളാന്നുള്ള സംസാരം കേട്ടാ ആർക്കും വഴക്കാണെന്ന് തോന്നുള്ളൂ. ഏയ് ഞാൻ പ്രിയെ കുറ്റം പറയില്ല. പ്രിയെ പോലെ ഇത്രയും വൃത്തിയൊക്കെ നോക്കുന്ന ഒരാളിന് ഇത്രയും ചപ്പും ചവറ കാണുമ്പം സ്വാഭാവികമായിട്ടും റിയാക്ട് ചെയ്യൂടാ. ഏട്ടാ സാർ വിളിക്കുന്നുണ്ടല്ലോ. ആ ഹലോ സാർ. ഈ ഡിസൈൻ ഇപ്പോഴത്തെ ട്രെൻഡാണ് മാഡം. ആണല്ലേ? എന്നാ ഇത് മതി, അത് വേണ്ട. താങ്ക് യു. ഇനി നമുക്ക് നമ്മുടെ വർക്ക് ഷെഡ്യൂളിനെ കുറിച്ച് ഈ പ്രണയ നിമിഷങ്ങളിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തരണം. ആ ശരിയാണ് സർ. ഇപ്പൊ ഞാൻ ആരോട് സംസാരിച്ചാലും അവർക്കൊക്കെ എന്നോട് പ്രണയം തോന്നും. എന്നിട്ട് ആ പ്രേമൊന്നും ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. അതൊന്നും പരിപാടി നടക്കൊന്നുമില്ല. നമുക്ക് ഈ പ്രോഗ്രാമൊക്കെ ഒന്ന് റീഷെഡ്യൂൾ ചെയ്താലേ. ഹലോ ഒരു മിനിറ്റ്. ഹലോ ബിസിയാണോ? എടി ഞാൻ മീറ്റിംഗില്ല. കാര്യം പറ. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. പറ നീ. വീട്ടിൽ വന്നിട്ട് പറയാം. ഓക്കെ ഒരു സർപ്രൈസാ. ഓക്കെ. ഈ തലയിലൊക്കെ നേരം. അതെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. ഒന്ന് അത്യാവശ്യമായിട്ട് വീട് വരെ പോകണം. എന്തു പറ്റി? ഏയ് പ്രശ്നമൊന്നുമില്ല. എന്താ ഗുഡ് ന്യൂസ് ആണെന്നാ പറഞ്ഞത്. സർപ്രൈസ് ആണ്. വീട്ടിൽ ചെന്നിട്ട് പറയാന്ന് പറഞ്ഞു. സർപ്രൈസ്, ഗുഡ് ന്യൂസ്, കല്യാണം കഴിഞ്ഞിട്ട് 5 മാസം. അപ്പോ എന്തായിരിക്കും? വേറെ നല്ല ജോലിയെല്ലാം കിട്ടിയിട്ടുണ്ടാവും. അവനൊരു കൊച്ചുണ്ടാവാൻ പോവാന്ന്. ആണോ? എന്തേ വല്ല ഡൗട്ട് ഉണ്ടോ? കൺഗ്രാറ്റ്സ്. പെട്ടെന്ന് ഞാൻ പറയണോ? അല്ലല്ല, ഇവിടെ കുറെ കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. ഇയാളോട് ഞാൻ ഓട്ടോ പിടിച്ചു വന്നോളാം. ശരി. ജെറി ചെലവ് വേണേ. ആദ്യം വരവുണ്ടാവട്ടെ എന്നിട്ടല്ലേ ചെലവ് അല്ലേ? പെട്ടെന്ന് ആയിക്കോ, താമസിക്കണ്ട. സാറിന് കല്യാണം കണ്ട എത്ര വർഷമായി? കഷ്ടം. ഇവിടെ ഇപ്പൊ എന്തിനാ മീറ്റിംഗ് കിടക്കണ? പൊടിയുണ്ട് ഇവിടെ ഒക്കെ അല്ലേ? തുടക്കണം. അങ്ങനെയാണോ? ഹലോ നമസ്തേ. നിറഞ്ഞ മനസ്സോടെയാ ഞാനിവിടെ നിൽക്കുന്നത്. ചേടാ അളിയനും ഭാര്യയൊക്കെ ആദ്യമായിട്ട് വരുമല്ലോ. ഒരു ഓളം ഉത്സവമൊക്കെ വേണ്ടേ? അല്ലയോടി? പിന്നല്ലയോ. അന്ന് നിങ്ങളുടെ ആ ഒളിച്ചോട്ടേ. അതിനുശേഷം ഇന്ന് ഈ ചായനെ ഈ ഒരു മൂടി കാണുന്നേ. പറഞ്ഞില്ലായിരുന്നു, എപ്പോഴും ടെൻഷനായിരുന്നു. എല്ലാരോടും ചുമ്മാ തന്നെ ഷൗട്ടിങ്ങാ. മൊത്തത്തിൽ ആളങ്ങ് ഡള്ളായി. DP ഷൂട്ട് ചെയ്ത് ഹോസ്പിറ്റലിലും കടന്നു ഒരു ദിവസം. ആണോ? നീ വെറുതെ അവരുടെ BP കൂടെ കൂട്ടാതെ. നിന്റെ കൊളീഗ് ഇപ്പൊ ട്രാൻസ്ഫർ ആയി എബിയില്ലേ? പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. വില്ല വാങ്ങിയതും നന്നായിട്ട് സെറ്റിലായതും ആകെ അങ്ങ് സന്തോഷമായി. ഇനി ഒരു സത്യം പറയാം. ആ കെട്ട നാറി പന്ന പെരട്ട കച്ചട താടിക്കാരൻ, സോറി മോളെ, അവന്റെ കയ്യിലാണ് ഞാൻ ഇവിടെ പിടിച്ചു കൊടുത്തതെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതെന്റെ അളിയനാണെന്ന് പറഞ്ഞ് ആ എച്ചി കണക്ക് പറയുന്നവനെ ആർക്കെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ? അയ്യേ.